വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒരു പിസ്സ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി വേണ്ടുള്ളവർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കുക. ഇതിൽ നമുക്ക് മാവ് കുഴച്ച് വെച്ച് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിത് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ലൊരു ഹോം മെയ്ഡ് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകും മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാലും 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പിസ്സയുടെ ബേസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പാലിൻ്റെ മിക്സ് ഇനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രം പാകത്തിന് അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്കൊരു ദോശമാവിനേക്കാളും അല്പവും കൂടുന്ന തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നമുക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ മൈദയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോകാനും തിക്കായി പോകാനും പാടില്ല. ആ ഒരു ദോശമാവിനേക്കാളും ഒരല്പവും കൂടെ തിക്നെസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നമ്മുടെ പിസ്സയുടെ ബേസിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ, വെളിച്ചെണ്ണ എടുക്കരുത്. ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിലിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനിൽ ഉപ്പ് ഉണ്ടാവില്ല. നമ്മളിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ ഈ ഒരു റോസ് സ്മെല്ല് മാറി കിട്ടുന്നത് വരെ ഈ ഓയിലിൽ തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഒരു പാനിൻ്റെ 4 വശത്തേക്കുമായിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 2 സവാള, 2 പച്ചമുളക്, 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പിസ്സയുടെ ടോപ്പിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയുടെ ബേസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ബട്ടർ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, അതിന് പകരം ഓയിൽ എടുക്കാവുന്നതാണ്. ഇത് ഫുള്ളായിട്ടും ആ ഒരു പിസ്സയുടെ റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ പിസ്സയുടെ ഈ ഒരു ബേസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു ടോപ്പിംഗ് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ചീസ് എടുക്കുമ്പോൾ എപ്പോഴും മൊസറല്ല ചീസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതാവുമ്പോൾ ചീസ് മെൽറ്റായി വരുമ്പോൾ പിസ്സയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടും. എൻ്റെ കയ്യിൽ നമ്മുടെ നോർമൽ ചീസായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് അല്പം ചില്ലി ഫ്ലേക്സ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ പിസ്സയുടെ ടോപ്പിംഗ്സും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി.
ഇപ്പോൾ ഇതാ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ പിസ്സയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഒക്കെ ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ ഒരു സൂപ്പർ പിസ്സ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്തായാലും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലൊരു പിസ്സ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ പിസ്സ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റുമാണ്, അത്രയും ഈസിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. നെക്സ്റ്റ് ഇതുപോലൊരു ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.